കൊച്ചു പെൺകുട്ടി അവിചാരിതമായി ഒരു കൊലപാതക ദൃശ്യം തന്റെ ക്യാമറയിൽ പകർത്തുന്നതിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. അവിടെ നിന്നും ഓടിപ്പോകുന്നതിന് പകരം കൊലയാളി മൃതദേഹം മാറ്റുന്ന തിരക്കിലായ സമയം നോക്കി അവൾ വളരെ ധൈര്യപൂർവ്വം അവന്റെ മുഖത്തിന്റെ വ്യക്തമായൊരു ചിത്രം കൂടി ക്യാമറയിലാക്കുന്നു. തുടർന്ന് അവൾ തന്റെ അങ്കിളിന്റെ അടുത്തേക്ക് ഓടിയെത്തിയെങ്കിലും അദ്ദേഹത്തെ അവിടെ കണ്ടെത്താനായില്ല. കൊലയാളിയുടെ മുന്നിൽ അദ്ദേഹം പെട്ടിട്ടുണ്ടാകുമോ എന്ന് ഭയന്ന് അവൾ വീണ്ടും സെമിത്തേരിയിലേക്ക് തിരികെ ഓടുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അങ്കിൾ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോഴാണ് കൊലയാളി അവളെ ശ്രദ്ധിക്കുന്നത്. അവളുടെ കയ്യിലെ ക്യാമറ കണ്ട അവൻ ഒരു നിമിഷം പകച്ചുനിന്നു. ആ സമയം കൊണ്ട് അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഓടിത്തളർന്ന അവൾ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് സഹായം തേടിയെത്തുന്നു. ഭയന്നു വിറച്ച ആ കുട്ടിയോട് വീട്ടുടമസ്ഥൻ കാര്യം തിരക്കുന്നതിനിടയിൽ തന്നെ തോക്കുമായി കൊലയാളിയും അവിടെ എത്തുന്നു. അയാൾ വീടിനു നേരെ വെടിയുതിർത്തതോടെ വീട്ടുടമസ്ഥൻ കുട്ടിയുമായി വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. പെട്ടെന്ന് തന്നെ അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഷോട്ട്ഗണ്ണിൽ ഉണ്ടകൾ നിറച്ചു. കൊലയാളി വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറിയതും പടിക്കെട്ടുകളിൽ നിലയുറപ്പിച്ചിരുന്ന വീട്ടുടമസ്ഥൻ അവന് നേരെ വെടിവെച്ചു. എന്നാൽ കൊലയാളിക്ക് വയറ്റിൽ മാത്രമാണ് പരിക്കേറ്റത്. അവൻ വീണ്ടും എഴുന്നേറ്റ് നിന്നു. പരസ്പരം വെടിയുതിർക്കാൻ പാകത്തിൽ അവർ നിലയുറപ്പിച്ചു. ഈ സമയം കുട്ടി വീണ്ടും പടിക്കെട്ടിൽ പ്രത്യക്ഷപ്പെട്ടതോടെ അവളെ അകത്തേക്ക് പോകാൻ അയാൾ ആവശ്യപ്പെടുന്നു. താഴേക്ക് നോക്കി അയാൾ കണ്ടത് താഴത്തെ വാതിൽ തുറന്നു കിടക്കുന്നതാണ്. കൊലയാളി ഒരുക്കിയ ഒരു കെണിയായിരുന്നു അത്. എന്നാൽ പരിഭ്രാന്തനാകാതെ അയാൾ അവിടെ തന്നെ തുടർന്നു. ഒടുവിൽ കൊലയാളി തന്റെ തന്ത്രം മാറ്റി തന്റെ സുരക്ഷിതമായ മടക്കത്തിന് പകരമായി പെൺകുട്ടിയെ വിട്ടുതരണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നു. എന്നാൽ ഭയന്നു നിൽക്കുന്ന ആ കുട്ടിയെ ഒറ്റുകൊടുക്കാൻ വീട്ടുടമസ്ഥൻ തയ്യാറായില്ല. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ രണ്ടുപേരും തങ്ങളുടെ പരിക്കുകൾ നോക്കാൻ തുടങ്ങി. തുടർന്ന് വീട്ടുടമസ്ഥൻ കുട്ടിയോട് ഒരു ടവൽ ആവശ്യപ്പെടുകയും അതിൽ ബൾബുകൾ പൊട്ടിച്ച് ആ ചില്ലു കഷ്ണങ്ങൾ പടിക്കെട്ടുകളിൽ വിതറുകയും ചെയ്തു. കൊലയാളി മുകളിലേക്ക് കയറി വരാൻ ശ്രമിച്ചാൽ ശബ്ദം കേട്ട് തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു ഇത്. തെളിവ് നശിപ്പിക്കപ്പെടാതിരിക്കാൻ കുട്ടി തന്റെ ക്യാമറയിലെ ഫിലിം റോൾ അയാൾക്ക് കൈമാറി. താൻ ജീവനോടെ അവശേഷിക്കുമോ എന്ന് ഉറപ്പില്ലാതിരുന്ന അയാൾ കൊലയാളിയുമായി സംസാരിച്ച് ശ്രദ്ധ തിരിക്കുന്നതിനിടയിൽ ആ ഫിലിം റോൾ ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിനുള്ളിൽ സുരക്ഷിതമായി ഒളിപ്പിക്കാൻ കുട്ടിയോട് ആവശ്യപ്പെടുന്നു. പെട്ടെന്നാണ് വീട്ടിലെ ലൈറ്റുകൾ മിന്നിമറയാൻ തുടങ്ങിയത്. ബേസ്മെന്റിലെ ജനറേറ്ററിലെ ഇന്ധനം തീരാറായെന്നും ഉടൻ തന്നെ ഇരുട്ട് വീഴുമെന്നും അയാൾ മനസ്സിലാക്കി. പരിക്കേറ്റ കാലുകളുമായി ഇരുട്ടിൽ ആ കുട്ടിയെ സംരക്ഷിക്കുക അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ അവളെ ജനലിലൂടെ പുറത്തേക്ക് ചാടിച്ച് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. അതേസമയം ദൂരെ നിന്നും ഒരു പോലീസ് വണ്ടി ആ വീടിന് നേരെ വരുന്നത് കൊലയാളിയുടെ ശ്രദ്ധയിൽപ്പെടുന്നതോടെയാണ്